ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഐ എസ് ഒ 9001 2015 വേരിയസ് ക്ലോസസ് നമ്മളിനി എലാബറേറ്റ് ആയിട്ട് ഓരോരോ എപ്പിസോഡിലായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് മലയാളത്തിൽ. ഫസ്റ്റ് നമുക്ക് എന്താണ് ISO, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. അതാണ് ISOൻ്റെ ഫുൾ ഫോം. ISO എന്ന് പറഞ്ഞാൽ ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. ആക്ച്വലി ഡയറക്റ്റ്ലി ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന അല്ല, ഒരു ഓർഗനൈസേഷൻ അല്ല ISO. അതൊരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. ആക്ച്വലി ആരാണ് അതിൻ്റെ മെമ്പേഴ്സ്? എല്ലാ രാജ്യങ്ങൾക്കും ഓരോ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോഡിയുണ്ട്. ഇപ്പം നമ്മുടെ ആണെങ്കിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡാണ്, BIS. നമ്മൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡാണ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ ഉണ്ടാക്കുന്നത്. IS സ്റ്റാൻഡേർഡുകൾ, നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു നിങ്ങൾ ഏത് ISI മാർക്കുള്ള പ്രൊഡക്റ്റ് എടുത്ത് നോക്കിയാലും അതിൽ നിങ്ങൾക്ക് കാണാം ഒരു ISI മാർക്കിൻ്റെ താഴെ ഒരു നമ്പർ എഴുതിയിട്ടുണ്ടാവും, IS 2345 എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് ആ സ്റ്റാൻഡേർഡുകൾ ഉണ്ടാക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡാണ്. ഇവരുടെ പണി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഇന്ത്യൻ മാർക്കറ്റിൽ വേണ്ട പ്രൊഡക്റ്റിന് എന്ത് ക്വാളിറ്റി വേണം എന്ന് പഠിച്ചതിന് ശേഷം അതിനനുസരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ ഉണ്ടാക്കുകയാണ്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അതൊരു റിട്ടൺ ഡോക്യുമെൻ്റാണ്. അതിലൊരു സാധനം, ഒരു പ്രൊഡക്റ്റോ ഒരു സർവീസോ എങ്ങനെയുള്ളതായിരിക്കണം, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, അതെങ്ങനെ ടെസ്റ്റ് ചെയ്യണം, അതിൽ ഏതൊക്കെ കെമിക്കൽസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എത്രത്തോളം പാടുള്ളൂ എന്നെല്ലാം വ്യക്തമായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപ്രകാരം നിങ്ങളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴാണ് നിങ്ങൾക്ക് ISI മാർക്ക് വെക്കാനുള്ള ലൈസൻസ് കിട്ടുന്നത്. അപ്പോൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൻ്റെ ഓഡിറ്റേഴ്സ് വന്ന് ചെക്ക് ചെയ്യും നിങ്ങൾ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത് അതുപ്രകാരമാണോ എന്ന്. ഒരു സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റാണോ ഉണ്ടാക്കിയതെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ, അവിടെ മിനറൽ വാട്ടറില്ലേ അത്, പിന്നെ ഹെൽമെറ്റ് അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവ്, ഇങ്ങനെ പല സാധനങ്ങൾക്കും നമുക്ക് ISI മാർക്കുള്ള സാധനം മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്ന് ഇപ്പോൾ നിയമമുണ്ട്. ഓരോ വർഷവും നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ് കുറേ പ്രൊഡക്റ്റിനെ അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ISI മാർക്കുള്ളത് മാത്രമേ യൂസ് ചെയ്യാൻ മാർക്കറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ പ്രൊഡക്റ്റും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം വി ആർ എ ഡെവലപ്ഡ് കൺട്രി. ഇപ്പോൾ നമുക്കത് എല്ലാം അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ആ സ്റ്റാൻഡേർഡ് പ്രകാരം ഉണ്ടാക്കാൻ തുടങ്ങിയ പല ചെറിയ ചെറിയ MSMEകളൊക്കെ പൂട്ടിപ്പോണ്ടി വരും. ചിലപ്പോൾ ചെറിയ ചെറിയ പ്രൊപ്പറേറ്റർഷിപ്പിന് നടക്കുന്ന ചെറിയ കമ്പനികൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ പോകും. ഇപ്പോൾ FSSAI ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഓഫ് ഇന്ത്യ, അവർ കുറേ റെഗുലേഷൻസ് ഉണ്ട്. അതുപ്രകാരം മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ എന്നിപ്പോൾ ചെയ്യുന്ന നിയമപ്രകാരം. പക്ഷേ അത്ര കൂടുതൽ അത് എംഫസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കടകളും അല്ലെങ്കിൽ റോഡ് സൈഡിൽ വിൽക്കുന്ന പച്ചക്കറി കടയും ചെറിയ തട്ടുകടകളെല്ലാം പ്രശ്നമായിരിക്കും. അപ്പോൾ അതിന് നമ്മളത്ര ആയിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കഴിയുമ്പോൾ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം നമ്മൾ ഒരു ഫുള്ളി ഡെവലപ്ഡ് കൺട്രി ആയിന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഈ സ്റ്റാൻഡേർഡുകൾ ഇപ്പോൾ BIS ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോഡി. അപ്പോൾ ഇവരും ഒരു മെമ്പറാണ് ISOയിൽ. ഇതേപോലെ ഓരോ രാജ്യങ്ങൾക്കുമുള്ള സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുന്ന അത്തരം ഓർഗനൈസേഷൻസ് അവർ മെമ്പേഴ്സായിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ് ISO. അവരെ കൂടാതെ വേറെയും പലരുണ്ട്, പല ഇൻട്രസ്റ്റഡ് പാർട്ടികളും, ചില സ്റ്റേക്ക് ഹോൾഡേഴ്സും അതിലുണ്ട്, ചില അക്കാഡമിഷ്യൻസ് ഉണ്ട്, ചില ഇൻഡസ്ട്രിയൽസ് ഉണ്ട്, പലരുണ്ട് അതിൽ. അപ്പോൾ അതിൻ്റെ ഗവേണിംഗ് ബോഡിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ ഡീപ്പായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ISO എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ISI സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ പ്രധാനമായിട്ട് ISO 9001 2015 കുറിച്ചാണ് ഞാൻ എനിക്ക് വരുന്ന കുറേ സീരീസ് ഓഫ് എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ISO 9001 ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ISO 9001 എന്ന് പറഞ്ഞാൽ അതൊരു ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം പറഞ്ഞാൽ ഏത് ഓർഗനൈസേഷനിലും അതിനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഈ ചെറുതും വലുതുമായിട്ടുള്ള ലോകത്തുള്ള എന്ത് തരം പ്രൊഡക്റ്റോ സർവീസോ ആയിക്കോട്ടെ, അവിടെയെല്ലാം നമുക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന് ISOൻ്റെ ആ ഇത് പ്രകാരം, അവരുടെ മെസ്സേജ് പ്രകാരം സേഫ് ആയിരിക്കും, റിലയബിൾ ആയിരിക്കും, ഹൈ ക്വാളിറ്റി ആയിരിക്കും, സസ്റ്റൈനബിൾ ആയിരിക്കും, എത്തിക്കൽ പ്രാക്ടീസ് ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആയിരിക്കും. അങ്ങനെ പല കാരണങ്ങളും അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ക്ലോസസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ISO എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ആകുമ്പോൾ അത് IOS എന്നല്ലേ വേണ്ടത്. പക്ഷേ അതിൻ്റെ ഷോർട്ട് ISO എന്നാണ്. ISO എന്ന വാക്ക് വരാൻ വേണ്ടി പർപ്പസ്ലി അങ്ങനെ ചെയ്തതാണ്. കാരണം ISO എന്ന വാക്കിന് ഗ്രീക്ക് ഭാഷയിൽ അതിന് സെയിം, സിമിലർ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ലോകം മുഴുവൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റെല്ലാം ഒരേപോലെ ആവുക, സ്റ്റാൻഡർഡൈസ് ആവുക, സെയിം ആവുക, സിമിലർ ആവുക എന്നുള്ള അർത്ഥത്തിന് ആ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഈ
ഈ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കുന്നത്, ഈ സ്റ്റാൻഡേർഡൈസേഷൻ്റെ ആവശ്യമാണ്. ആ ഇൻ്റർചേഞ്ചബിലിറ്റിക്കും വേൾഡ് ട്രേഡ് ഈസി ആവാനും കുറേ സ്ക്രാപ്പ് ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റ് ഉണ്ടാക്കില്ല, ആവശ്യമുള്ള പ്രൊഡക്റ്റ് മാത്രം ഇൻ്റർചേഞ്ചബിൾ ആവും നമുക്ക്. ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഒരു ബൾബ് അതിൻ്റെ ഒരു അമേരിക്കയിൽ ഉണ്ടാക്കുന്ന ഒരു ഹോൾഡറിൽ ഫിറ്റ് ചെയ്യാം ഒരു ഇലക്ട്രിക്കൽ ബൾബ്. അങ്ങനെ ആവണമെങ്കിൽ രണ്ടും ഒരു സ്റ്റാൻഡേർഡിലായിരിക്കണം. ഒരേ സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് ഒരേപോലെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈസിയാണ് സ്പെയർ പാർട്സൊക്കെ പരസ്പരം മാറ്റാനും എല്ലാം വളരെ ഈസിയാണ്. അതിനൊക്കെ വേണ്ടിയാണ് ഈ സ്റ്റാൻഡർഡൈസേഷൻ്റെ ആവശ്യം വരുന്നത്. പ്രൊഡക്റ്റും സർവീസിനുണ്ട് സ്റ്റാൻഡർഡൈസേഷൻ. സർവീസിന് നമുക്ക് ലബോറട്ടറിക്കിൻ്റെ ISO 17025, പിന്നെ എൻവിറോൺമെൻറ്റിൻ്റെ 14,001 ഉണ്ട്, 45,001 ഉണ്ട്. ഇങ്ങനെ പല സ്റ്റാൻഡേർഡുകളുണ്ട്. വൈഡ്ലി യൂസ്ഡ് സ്റ്റാൻഡേർഡാണ് ISO 9001 2015 വെർഷൻ, അതേപോലെ 17025 2017 വെർഷൻ, പിന്നെ 14,001 45,001. ഈ സ്റ്റാൻഡേർഡുകളൊക്കെയാണ് വളരെ കൂടുതൽ ലോകത്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ISO 9001 2015 ഇത് ഒരു ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം. ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ്, റെക്കോർഡ്, ആക്ടിവിറ്റീസ് ഇതെല്ലാം കൂടി ചേർന്നതാണ് ഇതിൻ്റെ ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം. അതിൻ്റെ കൾച്ചർ, അതിൻ്റെ ഇപ്പോൾ അത് യൂണിഫോം ഏത് ടൈപ്പ് യൂണിഫോമാണ്, ഇതിൻ്റെ വർക്കിംഗ് അവേഴ്സ് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൻ്റെ ക്വാളിറ്റി പോളിസി എന്താണ്, ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സ് എന്താണ്, എത്ര ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങൾ. ഇതെല്ലാം കൂടി എല്ലാം ഡോക്യുമെൻറ്റഡ് ആയിരിക്കും, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രകാരമായിരിക്കണം അവിടെ നടക്കുന്നത്. അപ്പോൾ ISO എപ്പോഴും പറയുന്നത് യു സേ വാട്ട് യു ആർ ഗോയിങ് ടു ഡു ആൻഡ് യു ഡു വാട്ട് യു സെറ്റ്. അതായത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഏത് പ്രൊസീജിയർ പ്രകാരം എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, അത് എഴുതി വയ്ക്കുക ആദ്യം. അതിൻ്റെ ഫോമുകളും രജിസ്റ്റേഴ്സും ഡോക്യുമെൻറ്റ്സും എല്ലാം ഉണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ അതേപോലെ തന്നെ ചെയ്യുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ അത് അങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് നോക്കാനാണ് ഈ സർട്ടിഫിക്കേഷൻ ബോഡിയുടെ ഓഡിറ്റേഴ്സ് വരുന്നത്. ISO ഒരിക്കലും സർട്ടിഫൈ ചെയ്യില്ല. ISI ഈ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുന്ന പരിപാടി മാത്രമേ ISOനുള്ളൂ. ഇത് ഈ പ്രകാരമാണോ നിങ്ങളുടെ ഓർഗനൈസേഷൻ നടക്കുന്നത് എന്ന് വന്ന് ചെക്ക് ചെയ്യുന്നത് സർട്ടിഫിക്കേഷൻ ബോഡീസാണ്, CBs. അപ്പോൾ അവർ വന്നിട്ട് ഇത് പ്രകാരമാണെങ്കിൽ അവർ ഓഡിറ്റ് നടത്തും. അപ്പോൾ എന്തെങ്കിലും നോൺ കൺഫോമിറ്റി ഉണ്ടാവും, നിങ്ങളത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരും. ഓക്കെ, നിങ്ങൾ ISO സർട്ടിഫൈഡ് കമ്പനിയാണ് എന്ന് നിങ്ങൾക്ക് അപ്പോൾ ക്ലെയിം ചെയ്യാം. നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ്, നിങ്ങളുടെ ബ്രോഷേഴ്സിലൊന്ന് വെബ്സൈറ്റിലൊക്കെ അപ്പോൾ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഈ ISO 17025 ഇതാണ് ISO 17025. ഇത് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ നെറ്റിൽ പോയാലും തൽക്കാലം പഠിക്കാനെല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ കോപ്പിറൈറ്റ് ഉള്ളതാണ്. അപ്പോൾ അതേപോലെ വൈഡ്ലി പക്ഷേ നിങ്ങൾക്ക് ഫോർ ട്രെയിനിങ് പർപ്പസ് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് 8 ക്ലോസസുകളിലാണ് എഴുതിയിരിക്കുന്നത്. 10 ക്ലോസസുകളിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഈ 10 ക്ലോസസ് സ്കോപ്പ്, നോർമറ്റീവ് റെഫറൻസ്, ടേംസ് ആൻഡ് ഡെഫിനിഷൻ, കോണ്ടസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ, ലീഡർഷിപ്പ്, പ്ലാനിങ്, സപ്പോർട്ട്, ഓപ്പറേഷൻ ആൻഡ് പെർഫോമൻസ് എവാലുവേഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്. ഇങ്ങനെ 10 ക്ലോസസിലാണ് ഈ ISO 17025 ലേ ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ക്ലോസും ഇപ്പോൾ സ്കോപ്പ്, നോർമറ്റീവ് റെഫറൻസ്, ടേംസ് ആൻഡ് ഡെഫിനിഷൻ എന്നുള്ളത് ജനറൽ കാര്യമാണ്. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ആർക്ക് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ്, അതായത് ആരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ 9001 ഉണ്ടാക്കിയിരിക്കുന്നത്, അതാണ് ഈ സ്കോപ്പ്. എല്ലാ ടെക്നിക്കൽ റെക്കോർഡ് ഡോക്യുമെൻറ്റ്സും നിങ്ങളങ്ങനെ കാണും. ഈ ISOൻ്റെ പ്രത്യേകിച്ച് എല്ലാ സ്റ്റാൻഡേർഡിലും ഉണ്ടാവും. നോർമറ്റീവ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവർ റെഫർ ചെയ്ത എന്തൊക്കെ ഇതാണ്, ഏതെല്ലാം പ്രീവിയസ് ഡോക്യുമെൻറ്റ്സ് റെഫർ ചെയ്താണ്. ഉദാഹരണത്തിന് ISO 9001 വൊക്കാബുലറിയും ഡെഫിനിഷനും ഒക്കെ ഉള്ളതാണ് ISOനെ കുറിച്ചുള്ള. ആ ISO 9000 റെഫർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അതേപോലെ ബാക്കി പലതും അതാണ് ഈ നോർമറ്റീവ് റെഫറൻസ് എന്നല്ലേ ഒരു പാരഗ്രാഫായിട്ട് എപ്പോഴും കൊടുക്കുക. പിന്നെ ടേംസ് ആൻഡ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പല വാക്കുകൾക്കും പല കാര്യങ്ങൾക്കും ഇവരെന്താണ് അർത്ഥമാക്കിയിരിക്കുന്നത് എന്നുള്ളത്, അതിൻ്റെ ഡെഫിനിഷൻ ഇവരെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അതാണ് ടേംസ് ആൻഡ് ഡെഫിനിഷനിൽ ഉണ്ടാവുക. പിന്നെ 4ാമത്തെ ക്ലോസ് കോണ്ടസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ, ലീഡർഷിപ്പ്, പ്ലാനിങ്, സപ്പോർട്ട്, ഓപ്പറേഷൻ, പെർഫോമൻസ് എവാലുവേഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓരോ ക്ലോസിലും ഓരോ എപ്പിസോഡിലും ഓരോ ക്ലോസസായിട്ട് ഓരോ ക്ലോസിനും ഓരോ എപ്പിസോഡായിട്ട് ഞാൻ വിവരിക്കും ഇങ്ങനെ മലയാളത്തിൽ. ഓക്കെ, ഇത് വേറെ ലാംഗ്വേജിലെല്ലാം ഉണ്ട്, മലയാളത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് മലയാളത്തിൽ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. കുറേ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ കോണ്ടസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷനെ കുറിച്ച് പറയാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓക്കെ.